അമേരിക്ക മുന്നോട്ട് വെച്ച താൽക്കാലിക വെടിനിർത്തൽ കരാർ തള്ളിക്കൊണ്ട് തങ്ങളുടെ ഔദ്യോഗിക മറുപടി പാകിസ്ഥാന് കൈമാറിയിരിക്കുകയാണ് ഇറാൻ. 10 വ്യവസ്ഥകൾ അടങ്ങിയ മറുപടിയാണ് ഇറാൻ കൈമാറിയിരിക്കുന്നത്. വിനയ് ഉണ്ണിയുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. വിനയ്, ഇറാൻ ആവർത്തിച്ചു പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഹോർമുസിന്റെ നിയന്ത്രണാധികാരം ഉൾപ്പെടെ. ഇത്തരം കാര്യങ്ങൾ തന്നെയാണോ ഇപ്പോഴും അവർ ആവർത്തിക്കുന്നത്? അമൽ, ശ്രീനിധി, ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ 5:30 അതിനു മുന്നോടിയായി ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന് ട്രംപിന്റെ അന്ത്യശാസനം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ട്രംപിന്റെ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം പൂർണ്ണമായും തള്ളി ഇപ്പോൾ ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് 10 നിർദ്ദേശം ഒരു മറുപടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് ഇറാൻ കൈമാറിയിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവയാണ്: മേഖലയിലെ സംഘർഷങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് പ്രത്യേക സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുക, ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായം ഉറപ്പാക്കുകയും ചെയ്യുക. അതായത് നേരത്തെ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അതേപടി ഇപ്പോൾ വീണ്ടും ഇറാൻ ആവർത്തിക്കുകയാണ്. അതായത് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന യാതൊരു നിർദ്ദേശങ്ങളും തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഇറാൻ ആവർത്തിക്കുന്നത്. മാത്രമല്ല, ഈ അന്ത്യശാസനം പൂർണ്ണമായും ഇറാൻ തള്ളിക്കളയുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ എക്സ് ഹാൻഡിൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണും. അതായത് ഇറാൻ ഈ 10 നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി കൈമാറിയ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപ് മാധ്യമങ്ങളെ കാണുന്നത്. ഇതിൽ പ്രധാനമായും ട്രംപ് ഈ വെടിനിർത്തൽ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിൽ അമേരിക്കയുടെ നിലപാട് വ്യക്തമാക്കും. മാത്രമല്ല, യുദ്ധം ഇനി ഏത് നിലയ്ക്ക് തുടർന്നുകൊണ്ട് പോകണം എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി ട്രംപിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ ഈ നിർദ്ദേശങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഹോർമുസിന്റെ അധികാരം അല്ലെങ്കിൽ നിയന്ത്രണാധികാരം ആർക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ ട്രംപുമായി ഇനി ഒരു ചർച്ചയ്ക്ക് ഉള്ള സാധ്യത അടച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം ഒരു ചർച്ച എന്ന ഒരു ഘട്ടത്തിലേക്ക് ഇറാൻ മാറുകയാണ്. എന്തായാലും ട്രംപിന്റെ അന്ത്യശാസനം ബുധനാഴ്ച പുലർച്ചെ അവസാനിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം 10 നിർദ്ദേശങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ വഴി ട്രംപിനെ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ഇറാൻ. അമൃത, ശ്രീനിധി. ശരി വിനയ് ഉണ്ണി, എന്തായാലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ താൽക്കാലിക വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ ഒരുതരം നിർദ്ദേശങ്ങളും അംഗീകരിക്കില്ല എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് ഇറാൻ. പകരം അവർ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ അത് വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.